MACT കേസുകൾ, അതായത് ആക്സിഡൻറ്റ് കേസുകൾ, അതിൻ്റെ അകത്തും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിലും പൊതുവെ കാണുന്ന ഒരു മോശം ട്രെൻഡാണ്. അതായത് കമ്പനികൾ പാലിക്കുന്ന ഒരു മോശം ട്രെൻഡ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. നമ്മൾ 10 ലക്ഷം ചോദിച്ചു, അതായത് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ആശുപത്രി കിടന്നു, വലിയൊരു ആശുപത്രി കിടന്നു, ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞു എന്നിരിക്കട്ടെ, എന്നിട്ട് ഒരു 14 ലക്ഷമൊക്കെ ആവും ഫുൾ ബൈപ്പാസ് ആണെങ്കിൽ. ഫുൾ ബൈപ്പാസ് കഴിഞ്ഞ് കാലിൻ്റെ ചികിത്സ, അതായത് കാലിൽ നിന്നുള്ള ഞരമ്പെടുത്ത് ഹാർട്ടിൽ വെച്ച് കുറേ കാലം പിടിക്കും റിക്കവറി, ഓക്കെ, മാസങ്ങൾ പിടിക്കും. അത് കഴിഞ്ഞ് ഒരു 14 ലക്ഷം 15 ലക്ഷമൊക്കെ ആവും. നമ്മൾ ആ കറക്റ്റ് 14 ലക്ഷം ഇൻഷുറൻസ് സബ്മിറ്റ് ചെയ്താൽ ഇൻഷുറൻസുകാർ ഒരു പണി ചെയ്യും. 15 ചോദിച്ചാൽ അതിൻ്റെ പകുതി 7 അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ 1/4 3 തരും. ഇത് ഒഴിവാക്കാനായിട്ട് ഒരു കാര്യം ചെയ്യുക, ഒരു വക്കീലെടുത്ത് പോവുക. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാം. കാരണം വക്കീൽമാർ ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനീസിന് വേണ്ടി കേസുകൾ നടത്താറുണ്ട്, അവരുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കറിയാം ഒരു കമ്പനിയിലേക്ക് ഒരു ക്ലെയിം വന്നാൽ, ഒരു ഇൻഷുറൻസ് ക്ലെയിം വന്നാൽ അത് ഫുൾ അപ്പോഴാടെ അംഗീകരിച്ചു കൊടുത്താൽ ആ ഇരിക്കുന്ന ക്ലർക്ക്, അത് അംഗീകരിച്ച ക്ലർക്കിന് മേളിൽ പോയി ഉത്തരം പറയേണ്ടി വരും. ഓക്കെ, ഒരു 10 എണ്ണം അങ്ങനെ അംഗീകരിച്ചു കൊടുത്തുന്നിരുന്നാൽ അയാൾക്ക് പല സ്ഥലത്തും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ചന്ത നിയമമാണെന്ന് വേണമെങ്കിൽ പറയാം. 14 നിങ്ങളുടെ ചിലവെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി വയ്ക്കുക, 28 വയ്ക്കുക. അപ്പോൾ അതിൽ 14 അപ്രൂവ് ചെയ്യാൻ ആ ഇൻഷുറൻസ് ക്ലർക്കിന്, അതിനൊരു സ്പെസിഫിക് ടെക്നിക്കൽ നെയിം ഉണ്ടാകും, ഞാൻ കിടക്കുന്നില്ല, അതിനൊരു പ്രോസസ്സും ഉണ്ട്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അയാൾക്ക് 28 നിങ്ങൾ ചോദിച്ചെന്നിരിക്കട്ടെ, 14 തരാൻ അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഒരു ട്രിക്ക്. ഇതുപോലെ ഒരുപാട് കടമ്പകൾ ആ ഇൻഷുറൻസ് ക്ലെയിം അപ്രൂവ് ചെയ്യുന്ന ആ ഓഫീസിൽ, ഇൻഷുറൻസ് ഓഫീസിൽ ഇരിക്കുന്ന അയാൾക്ക് ഒരുപാട് കാര്യങ്ങളും കടമ്പകളും ടിക്ക് ലിസ്റ്റുകളുണ്ട്. ആ ടിക്ക് ലിസ്റ്റുകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം നിങ്ങൾക്ക് കിട്ടില്ല, കുറഞ്ഞു പോകും, നിങ്ങൾക്ക് കോടതി പോകേണ്ടി വരും. ആ കോടതി പോകണ ഒഴിവാക്കാനായിട്ട് ഒരു വക്കീലിനെ സമീപിക്കുക. അയാൾക്ക്, പ്രത്യേകിച്ച് ഇൻഷുറൻസ് കൈകാര്യം ചെയ്ത വക്കീലിന്, അയാൾക്ക് ഇതിൻ്റെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയില്ല, എന്തൊക്കെ അവർക്ക് പാലിക്കുക, എന്തൊക്കെ പാലിക്കേണ്ട എന്നൊക്കെ അറിയാൻ പറ്റും. അയാളെ കൊണ്ടത് പ്രിപ്പയർ ചെയ്യിക്കുക.